മാത്രമല്ല ആ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യവും അല്ലാഹു ഖുർആനിലൂടെ തന്നെ വരച്ചു കാട്ടി. ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിപ്ലവം തീർക്കുന്നതിനാണ് സംസ്കാര ശൂന്യരായ അറിവില്ലാത്ത ജനതയ്ക്ക് അറിവ് നുകർന്നു കൊടുക്കുകയും ഖുർആനിലൂടെ ജനങ്ങളെ സംസ്കാരം പരിപൂർണമായി പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അത് പഠിപ്പിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഉറപ്പെടുത്തുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ആദരവായ പ്രവാചകരെ വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ്. ആരാണ് ഹബീബ്, ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് കാരുണ്യമായി നിയോഗിച്ചതായ പ്രവാചകരാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇദ ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ അവരിലേക്ക് നിയോഗിക്കലോടുകൂടി അല്ലാഹു ജനങ്ങൾക്ക് പരിപൂർണമായി അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. യത്ലൂ അലൈഹിം ആയാതി യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ وإن كانوا من قبل لفي ضلال مبين. അന്ധകാരത്തിൽ ജീവിച്ചിരുന്നതായ സമൂഹത്തെ സൽപാതാവിലേക്ക്, സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുകയാണ് പരിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി. 6-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്ന പ്രവാചകൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്റെ കൈകളിലേക്ക് അവതീർണമായപ്പോ പരിശുദ്ധമായ ഖുർആൻ ജനങ്ങളിലേക്ക് ഓതിക്കൊടുക്കുകയാണ്. വയുസക്കീഹിം. ആ ജനങ്ങളെ ഖുർആൻ ഓതിക്കൊണ്ട് സംസ്കരിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഖുർആൻ പ്രവാചകർക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ സുഹൃതങ്ങളിലേക്ക്, നന്മയിലേക്ക് കടന്നു വരികയില്ല. ഹായിബായി പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയേനെ. നമ്മളൊക്കെ നന്നാവാൻ കാരണം നമ്മളൊക്കെ ഇന്ന് മേനി വെക്കുന്നുണ്ടല്ലോ. ഞാൻ 10 പേർക്ക് അങ്ങനെ സ്വതക്ക ചെയ്തു, അല്ലെങ്കിൽ 10 പേർക്ക് വീട് വെച്ചു കൊടുത്തു, യത്തീം കുട്ടികൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഈ നന്മകളും ഈ സുഹൃതങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ച് എല്ലാ സംസ്കാരത്തിന്റെ വക്താവായി നമ്മളെ മാറ്റിമറിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചകർക്കാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്. മനസ്സിലാക്കണം. ഖുർആൻ അവതരിപ്പിച്ചതാർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആന തൻസീലാ. നബിയേ തങ്ങൾക്കാണ് പരിശുദ്ധമായ ഖുർആൻ നാം അവതരിപ്പിച്ചത്. ലോകത്ത് മറ്റൊരാളുടെ കൈവശമല്ല നൽകിയത്. എന്തിനാണ് ഇത് തങ്ങൾക്ക് നാം നൽകിയത്? ലിതുഖ്രിജന്നാസ മിനൽ ളുലമാതി ഇലൻ നൂർ.
തങ്ങളാണ് ജനങ്ങൾക്ക് ഈ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് അവരെ ഹിദായത്തിലേക്ക് നയിക്കേണ്ടത്. എന്തിനാണ് മുക്കുന്നത്ത് ഹിഫ്ളുൽ ഖുർആൻ നടത്തുന്നത്? എന്തിനാണ് ഹാഫിളീങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്? ചോദിക്കുന്ന ചെറുപ്പക്കാരാ, ചോദിക്കുന്ന ചോദ്യകർത്താവേ, നിനക്കുള്ള മറുപടിയാണ് സംസ്കാരമുള്ള ഒരു സമൂഹത്തെ ഈ ലോകത്ത് സമ്മാനിക്കുകയാണ് ഈ ഖുർആനിലൂടെ, ഈ ഖുർആനിനെ പഠിക്കുന്നതിലൂടെ. സംസ്കാരമുള്ള ഒരു സമൂഹത്തെ പരിപൂർണമായി ലോകത്ത് സമ്മാനിക്കുകയാണ്. എങ്ങനെയാ സംസ്കാരം? ആരാ ഇത് പഠിപ്പിച്ചത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കാണ്. നബിതങ്ങൾക്കാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദിറാ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ഒരു ദാസനാണ്. ആരാണ് ഈ അബ്ദ്? ആരാണ് ഈ ദാസൻ? ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. അല്ലാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലും അബ്ദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത്. أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى. പരിശുദ്ധമായ കാബയുടെ സമയത്ത് സുജൂദിൽ കിടക്കുന്നതായ പാവപ്പെട്ടതാകുന്ന എന്റെ അടിമയെ നിസ്കാരത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് കുടൽമാല കൊണ്ടുവന്നിട്ടത് കാണുന്നില്ലേ, ദർശിക്കുന്നില്ലേ? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. എന്റെ ദാസനായ മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സുജൂദിൽ നിന്ന് തല പൊക്കാൻ സാധിക്കാത്ത നിലയ്ക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിട്ടിക്കൊണ്ട് പ്രയാസപ്പെടുത്തിയത് കണ്ടില്ലേ? അബൂജഹലിന്റെ നീചവൃത്തി കാണുന്നില്ലേ, ദർശിക്കുന്നില്ലേ? പരിശുദ്ധമായ ഖുർആൻ. അബ്ദ് ആരാണ് ഈ അബ്ദ്? ഹബീബായ റസൂലുള്ളാഹി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. ലോകത്ത് ഒരാൾക്കും ഇന്ന് വരെ കടന്നു ചെല്ലാൻ സാധിക്കാത്തതായ അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് തന്റെ അടിമയെ രാപ്രയാണം നടത്തിയതായ അള്ളാഹു എത്ര പരിശുദ്ധനാണ്! രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം, ലൈലൻ നക്രയായിട്ടാണ് പറഞ്ഞത്. രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആകാശരോഹണം നടത്തി ആരെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ. അവിടെയും പ്രയോഗിച്ചു അബ്ദ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. തന്റെ അടിമയെ രാപ്രയാണം നടത്തി. ഇങ്ങനെ അടിമ അബ്ദ് എന്ന് അല്ലാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ അടിമയാര? മുഫസ്സിരീങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. ഹബീബായ റസൂലുള്ളാഹി. ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പരസ്യമായി പറയുകയാണ്, നബിയേ, തങ്ങൾക്കാണ് നാം ഖുർആൻ ഇറക്കിയത്. ഇത്ര നേരം അബ്ദ് എന്ന് പറഞ്ഞ് കളിച്ച അല്ലാഹു പറയുന്നു, ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആൻ. നബിയെ, തങ്ങൾക്കാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്, വേറെ ആർക്കുമല്ല. ഖുർആൻ അവതരിപ്പിച്ച ആർക്കാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. ശരിക്കും മനസ്സിലാക്കണേ, നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ ഇൽമു കിട്ടും. അല്ലാഹു നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ.
ഒരുപാട് നീട്ടിക്കൊണ്ടു പോകില്ല, കുറഞ്ഞ സമയമേ ഉള്ളൂ. ഖുർആന്റെ ഒരു മജ്‌ലിസ് ആയതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. തങ്ങൾക്കാണ് പരിശുദ്ധമായ ഖുർആൻ നാം അവതരിപ്പിക്കുന്നത്. അല്ലാഹു പറയാ, എന്തിനാ ഇത് തങ്ങളുടെ കൈവശം നൽകുന്നത്? ലിതുഖ്രിജന്നാസ മിനൽ-ളുൽമാതി ഇലൻ-നൂർ. നബിയേ, നബിയേ, തങ്ങളാണ് ഖുർആൻ കൊണ്ട് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രഭയിലേക്ക് കൊണ്ടുവരേണ്ടത്, ജാഹിലിയ്യത്തിൽ നിന്ന് അറിവിലേക്ക് കൊണ്ടുവരേണ്ടത്. തങ്ങൾ വേണം ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രഭയിൽ കൊണ്ടുവരാൻ. ലിതുഖ്രിജന്നാസ. അറബി ഗ്രാമർ അറിയാവുന്ന ഉലമാക്കളി മജ്‌ലിസിലുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, അവർക്കറിയാം. ലിയുഖ്രിജന്നാസ എന്നല്ല പറഞ്ഞത്, ഖുർആൻ പുറപ്പെടുവിക്കാനല്ല. പിന്നെ ആരാ? ലിതുഖ്രിജന്നാസ മിനൽ-ളുൽമാതി ഇലൻ-നൂർ. തങ്ങൾ വേണം ഈ ഖുർആൻ അർത്ഥം വെച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് തങ്ങൾ വേണം ജനങ്ങളെ സംസ്കരിപ്പിക്കാൻ. അല്ലാതെ ഖുർആൻ നേരിട്ട് വായിച്ച നന്നാവൂന്നല്ല പറഞ്ഞത്. ഖുർആൻ പഠിക്കണമെങ്കിൽ അതിനൊരു ഉസ്താദ് വേണം, അതിനൊരു സനദ് വേണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ ഖുർആൻ ആർക്കാണ് അവതരിപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കാണ്. തങ്ങൾ വേണം ഇത് ജനങ്ങൾക്ക് പ്രബോധനം നടത്തി കൊടുക്കാൻ. തങ്ങളാണ് ഈ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. ലിതുഖ്രിജന്നാസ മിനൽ-ളുൽമാതി ഇലൻ-നൂർ. തങ്ങളാണ് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രഭയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിനാണ് തങ്ങളുടെ കൈവശം നബിയെ നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവശമാണ് ഇറക്കി കൊടുത്തത്, വേറെ ആർക്കുമല്ല. നബി തങ്ങൾ അതുകൊണ്ട് വിശദീകരിച്ചു. ആ നബി വിശദീകരിച്ചതാണ് ദീൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഓതി കൊടുത്തു. സ്വഹാബത്ത് അത് കൃത്യമായി ഓതി കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൃത്യമായി ഖുർആൻ നല്ലതുപോലെ കേട്ട് പഠിച്ചു. അവർ നല്ലതുപോലെ പാരായണം ചെയ്തു. അവർക്ക് ശേഷം വരുന്ന താബിഈങ്ങൾക്ക്, അവർക്ക് ശേഷം വന്ന തബഉ താബിഈങ്ങൾക്ക്, അവർക്ക് ശേഷം വന്ന ഇമ്മത്തുകൾക്ക്, ശേഷം വന്നതാകുന്ന ഉലമാക്കൾക്ക്, അങ്ങനെ പരമ്പരയായി ഓതിക്കൊടുത്ത് വന്നിരാക നമ്മുടെ അബ്ദുൽ ലത്തീഫ് ഉസ്താദിന്റെ ഹളറത്തിലേക്ക് ആ പരമ്പര അങ്ങനെ താഴ്വഴിയായി എത്തുക. അതാണ് ഇന്ന് ആ സനദാണ് വന്നിരാകുന്ന ഉസ്താദ് അവറുകൾ ഇന്ന് കൈമാറിയത്, നിങ്ങൾക്ക് നൽകിയത്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനൊരു പരമ്പരയുണ്ട്, ഇതൊരു സനദാണ്. ആ സനദ് മുത്തസ്സിലാണ്. ആരിലേക്ക് മുത്തസ്സിലാണ്? ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അത് എത്തി നിൽക്കും. അതാണ് പരമ്പര. ഈ പരമ്പരയില്ലാത്ത ആളുകൾ ഈ ഖുർആനിന്റെ എന്തെങ്കിലും അക്ഷരത്തോളോ ഏതെങ്കിലും പ്രതികളൊക്കെ വെച്ച് വായിച്ച് അർത്ഥം വെക്കും. അതൊരിക്കലും ദീനല്ല. ഖുർആന്റേതാകുന്ന പരിഭാഷ വായിച്ചിട്ട് കിട്ടുന്നതാകുന്ന ദീൻ യഥാർത്ഥ ദീനല്ല. ഇൽമു പഠിക്കേണ്ടത് അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീരി ലാ മിൻ ബുതൂനിൽ കുതുബി. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്ദേഹം മജ്മൂ എന്ന് പറയുന്ന ശർഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൻ്റെതാകുന്ന ആമുഖത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീർ. ഇൽമു പഠിച്ചെടുക്കേണ്ടത് ഉസ്താദുമാരുടെ ഉലമാക്കളുടെ വായിൽ നിന്നാണ്. അവർ ഖുർആൻ പറഞ്ഞിട്ട് അർത്ഥം വെച്ചു തരും. മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇന്നതാണ്. ഇവിടെ ഈ അർത്ഥം ഇന്നത് വെച്ചെങ്കിൽ മാത്രമേ കറക്റ്റായി പോകൂ എന്ന് ഉസ്താദുമാർ പഠിപ്പിച്ചു തരും. ലാമിൻ ബുതൂനിൽ കുതുബി. കിതാബുകളുടെ ഉള്ളറകളിൽ ഏടുകളിൽ ഉള്ളത് വായിച്ചിട്ട് നിങ്ങൾ പിഴച്ചു പോകരുതേ, അതല്ല അറിവ് എന്ന് വലിയുല്ലാഹി ബിലാ നിസാ. അല്ലാഹുവിന്റെ വലിയാണതിൽ തർക്കമില്ല. നബി ഇമാം റളിയല്ലാഹു അൻഹു എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി വെച്ച മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ വാക്കാണ്. മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇൽമു പഠിച്ചെടുക്കേണ്ടത് ആരിൽ നിന്നാണ്? ഉസ്താദുമാരിൽ നിന്നാണ്. ഖുർആൻ അതുകൊണ്ടാണല്ലോ പണ്ട് മുതലേ മദ്രസയിൽ നമ്മൾ പറയും ഖുർആൻ 30 ഓതി പഠിച്ചോ? ഇത് ചോദിക്കും. ആരിൽ നിന്നാ? നമുക്ക് ഓതിത്തരുന്ന ഒരു ഉസ്താദ് വരണം. ഖുർആൻ 30 ഓതി അദ്ദേഹം ഖാരിയിൽ നിന്ന് കൃത്യമായി ഓതി അത് കേട്ട് അദ്ദേഹത്തെ തിരിച്ചു ഓതി കേൾപ്പിച്ച് വൃത്തിയാക്കുമ്പോഴേ പാരായണം ചെയ്യുന്നവനായി മാറുകയുള്ളൂ. അല്ലാതെ എനിക്ക് അറബി വായിക്കാൻ അറിയാം, അക്ഷരം വായിക്കാൻ അറിയാന്ന് പറഞ്ഞ് വായിച്ചാൽ
അലിഫ് ലാം മീം സാദ്. ഇത് അറബി വായിക്കാന്ന് പറഞ്ഞ അങ്ങോട്ട് വായിച്ചാൽ അൽമാസ് എന്ന് വായിക്കും. അൽമാസ് അറബി വായിക്കാറിയ ഒരുത്തന്നെ അറബി വായിച്ച അതേ സമയത്ത് ഒരു ഉസ്താദിൽ നിന്ന് ഓതി കേൾക്കുമ്പോഴാണ് ഇത് എങ്ങനെയാ ഓതേണ്ടത്, എത്ര കതിർ എവിടേക്കാണ് നീട്ടേണ്ടത് അവൻ കൃത്യമായി പഠിക്കാൻ. ഇങ്ങനെ ഓരോന്നും ഇല്ലെങ്കിൽ അവനവിടെ അലിഫ് ലാം മീം സാദ് എന്നുള്ളത് എങ്ങനെ വായിക്കും? അൽമാസ് എന്ന് വായിക്കും. മാസ് കാണിക്കുന്ന എന്തോ സംഭവം എന്ന് കരുതി അങ്ങനെ വായിച്ചു. ഇങ്ങനെ ഓരോന്നും ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്ന് മക്കൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ ഓരോ ഹർഫം ബി ഹർഫ്, അക്ഷരം അക്ഷരം ഓരോന്ന് കൃത്യമായി അടയാളപ്പെടുത്തി കൊടുക്കാൻ. അതിനാണ് പരിശുദ്ധരാകുന്ന മക്കളെ, നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് ഹിഫ്ളുൽ ഖുർആനിലേക്കും മുഖന്നത്തിലേക്കും നമ്മൾ കൊണ്ടുവന്ന് ചേർക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ സഹായം നൽകുന്നത്. കാരണം ഈ മക്കൾ തീർച്ചയായിട്ടും നമുക്ക് ആഖിറത്തിൽ ശുപാർശകരാകും. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഖുർആൻ പഠിക്കുന്ന മഹത്തുക്കളിൽ നമ്മൾ ചേരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുത്തിരുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഓതിക്കേട്ടിരുന്നു. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വിശ്വസിച്ചതാകുന്ന ആളുകളിൽപ്പെട്ട പ്രമുഖനായ വ്യക്തിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആറാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ നല്ലതുപോലെ പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓത്ത് കേട്ട് നല്ലതുപോലെ പഠിച്ചു. നല്ല കാര്യമാണ്. അല്ലാഹു അവരുടെ ഖിറാഅത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മാസ്മരികമാകുന്ന ശക്തി, നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഹാബി വര്യൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൻ, ഞാൻ കേൾക്കട്ടെ. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, നബിയെ, തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ ഞാൻ എങ്ങനെയാണ് ഓതിത്തരുക? തങ്ങൾക്കല്ലേ പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത്, തങ്ങൾ ഓത്, ഞാൻ കേൾക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആൻ എന്ന് പറയുന്ന മഹനീയമായ ഗ്രന്ഥത്തെ പാരായണം ചെയ്യപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടം വെക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. മാഷാ അല്ലാഹ്, നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ മനോഹരമായി കേൾക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ ആണ് പാരായണം ചെയ്യുന്നത്. ആ സൂറത്തുൻ നിസായിലെ 41ാമത്തെ വചനം ഓതുകയാണ്. ഓതി 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 ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. فكيف إذا جئنا من كل أمة بشهيد. ലോകാവസാനത്തിന്റെ സംഭവം വിവരിക്കുന്നതായ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലേക്ക് എത്തുകയാണ്. പരിശുദ്ധമായ സൂക്തമോതുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഓരോരുത്തരും ഓരോ സമുദായക്കാരുടെയും നേതാക്കളായി, അതത് സമുദായത്തിന്റെ നേതൃത്വമായി ഓരോ പ്രവാചകന്മാർ നമ്മുടെ അടുക്കലിലേക്ക് നാളെ കടന്നു വരുമ്പോ അല്ലാഹു പറയുകയാണ്, വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓ പ്രവാചകരെ, ഹബീബായ നബിയേ, തങ്ങളുടെ സമുദായത്തിന്റെ നേതാവായി അവർക്ക് മുന്നിലൂടെ അവരെ വഹിച്ചുകൊണ്ട് ലോകത്തേക്ക് തങ്ങൾ കടന്നു വരുന്ന രംഗം ഒന്ന് ചിന്തിക്കണേ റസൂലേ, ചിന്തിക്കണേ ഹബീബേ. ഈ ആയത്തങ്ങോട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുമ്പോൾ
അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഏങ്ങൽ കേൾക്കുകയാണ്, കരച്ചിൽ കേൾക്കുകയാണ്. നോക്കുമ്പോൾ കരയുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖുർആൻ കേട്ടുകൊണ്ട് കരയുകയാണ്. ഖുർആനിന്റെ മാസ്മരികതയിൽ ആ ഖുർആനിന്റെ അർത്ഥ തലങ്ങൾ ചിന്തിച്ചുകൊണ്ട് കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മാ യുബ്കീക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ എന്തിനാണ് കരയുന്നത് റസൂലേ, എന്തിനാണ് വിറങ്ങലിക്കുന്നത് ഹബീബേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദേ ഇബ്നു മസ്ഊദേ, മഹ്ശറെ ഓർത്തിട്ടാണ് കത്തിച്ചൊലിക്കുന്ന സൂര്യനെ കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തലയ്ക്ക് മീതെ നിർത്തുമല്ലോ. ജനങ്ങളെല്ലാം വിറങ്ങലിക്കുന്ന രംഗമാണ്. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകം. ആ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ്. എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന രംഗമാണ്. ഓരോ സമുദായവും അതത് സമുദായത്തിന് നേതാക്കളായി ഓരോ പ്രവാചകന്മാരുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് കടന്നു വരുന്ന ആ രംഗം ഞാനൊന്ന് ചിന്തിച്ചു പോയി സാബ, ഞാനത് ഓർത്തിട്ടാണ് കരയുന്നത്. മഹ്ശറെ ഓർത്തുകൊണ്ട് പരിശുദ്ധ പ്രവാചകനെ കരയുകയാണ്. മുസ്ലിമേ മുസ്ലിമത്തേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരയിപ്പിക്കുമാറുള്ള പാരായണമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ നടത്തിയത്. അല്ലാഹുവിന്റെ റസൂലോ ആ ഖുർആൻ കേട്ടുകൊണ്ട് ഹൃദയം പൊട്ടിക്കൊണ്ട് കരയുകയാ. നമ്മളൊക്കെ വർഷങ്ങളായി ജീവിക്കുന്നു, 20, 40, 50 വയസ്സെത്തിയവരില്ലയോ? ഇന്നുവരെ ഖുർആൻ കേട്ടുകൊണ്ട് ആ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഹൃദയം പൊട്ടിയ മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ? ഖുർആൻ ഓതാൻ തയ്യാറായവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, യുദ്ഫവൻ മുസ്തമിൽ ഖുർആനി ബൽവ ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽവൽ ആഖിറ. സഹാബ ഖുർആൻ ആരൊരുവൻ കേൾക്കാൻ തുനിഞ്ഞുവോ ആ ഖുർആനിന്റെ വചനങ്ങളിലേക്ക്, ഖുർആനിന്റെ ആയത്തുകളിലേക്ക് കേൾവി കൊടുക്കാൻ, കാത് കൊടുക്കാൻ തയ്യാറായ ഏതൊരു മനുഷ്യനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, ദുനിയാവിന്റെ എല്ലാ ബലാമുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്ന മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ? ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്ന സഹോദരങ്ങളുണ്ടോ? സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് അതിന്റെ രാഗത്തിൽ മുഴുകി കഴിയുന്നതായ തലമുറയല്ലേ, ചെറുപ്പക്കാരല്ലയോ? എത്രയെത്ര സിനിമാ പാട്ടുകളാണ് നിന്റെ കാതുകളിൽ കേട്ടുപോയത്? എത്രയെത്രയാകുന്ന മോശപ്പെട്ട സിനിമകളാണ് നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയത്? എന്നെ ഖുർആൻ നോക്കാൻ നിനക്ക് സമയമില്ലായിരുന്നോ? എന്നെ ഖുർആൻ കേൾക്കാൻ നിനക്ക് പെങ്ങളെ സമയമില്ലായിരുന്നോ? 30, 40, 50 വയസ്സ് വരെ ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ കലാമിനെ പരിചയപ്പെടാത്തവരായി, അല്ലാഹുവിന്റെ ഖുർആനിനെ കേൾക്കാത്തവരായി മുസ്ലിമേ നീ മാറിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വാചാലനാവുകയാണ്, വഅൻ താലിൽ ഖുർആനി ബൽവൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ നിലകൊള്ളുന്ന മനുഷ്യ, ഖുർആൻ കൃത്യമായി പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്യുന്ന സഹോദര, തങ്ങളെ നിനക്ക് ആഖിറത്തിന്റെ ബലാമുസീബത്തുകൾ അല്ലാഹു നീക്കം ചെയ്യുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമുക്ക് സമാഗതമായിട്ട് ഖുർആൻ പാരായണം ചെയ്തവരുണ്ടോ? ഒരു ഖത്മെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഓതി തീർത്ത ഉമ്മമാരുണ്ടോ? എത്രയെത്ര സിനിമയാണ് കണ്ടത്, ഏതൊക്കെ പാട്ടുകളാണ് കേട്ടുപോയത്, എന്തെല്ലാം അശ്ലീലതകൾ നമ്മൾ നിലകൊണ്ടു. ഖുർആൻ കേൾക്കാനും ഖുർആൻ ഓതാനും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. ഖുർആൻ കേൾക്കുന്നവന് ഭൗതിക ലോകത്തുള്ള എല്ലാ ബലാമുസിബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകും.
സഹോദരിമാര് പറയുന്നുണ്ടല്ലോ, എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും അള്ളാഹു കേൾക്കുന്നില്ല, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഇന്ന ദിക്ർ എടുക്കുന്നുണ്ട്, ഇന്ന സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഖുർആൻ നല്ലതുപോലെ ഓതിൻ, ഖുർആൻ നല്ലതുപോലെ കേൾക്കിൻ. ഖുർആൻ കേൾക്കുന്നവരുമാകണം, ശ്രോതാക്കളാകണം, ഖുർആൻ ഓതണം. രണ്ടും വേണം. നബി തങ്ങൾ അത് രണ്ടും ചെയ്തു പഠിപ്പിച്ചു നമ്മളെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പ് നമ്മൾ രാവിലെ റേഡിയോയിലൂടെ കേൾക്കുന്നതാകുന്ന ഓത്ത്, അൽ കഹഫ് സൂറത്ത് ഓതുന്നത് കേൾക്കും, അത് പാരായണം ചെയ്യുന്നത് കേൾക്കുമായിരുന്നു. രാവിലെ അതിനുവേണ്ടി വെള്ളിയാഴ്ച ദിവസം തയ്യാറായി നിന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പഴയ കാലഘട്ടത്തിൽ ആകാശവാണിയിലൂടെ അത്തരത്തിലുള്ള ഒരു ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി നേരത്തെ തന്നെ റെക്കോർഡ് റെഡിയാക്കി 7 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു. വീടുകളിൽ അത് കേൾപ്പിക്കുന്നു, ബറക്കത്തുണ്ടെന്ന് മനസ്സിലാക്കി. ഇന്ന് DJ പാട്ടുകളിട്ട് വീടിന്റെ അകത്തളങ്ങളിലും അവന്റെ വാഹനങ്ങളുമൊക്കെ ഹറാമിലേക്ക് കൊണ്ടുപോയി. അള്ളാഹു നമ്മളെ കാക്കുമാറവൻ. ആത്മീയത നഷ്ടപ്പെട്ടു. ആർക്ക്? വലിയ ഹാജിയാര, നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, കയ്യിൽ തസ്ബീമാലയുണ്ട്, പക്ഷേ വീടിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണമില്ല, ഖുർആൻ ഓതുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആഖിറം തന്നെ നഷ്ടപ്പെട്ടു. ഖുർആൻ നല്ലതുപോലെ ഓതിയാൽ ആഖിറത്തിന്റെ ബലാമുസിബത്തുകളെ തൊട്ട് കാവൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ദുനിയാവും രക്ഷ, ആഖിറവും രക്ഷ ഖുർആൻ കൊണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനുവാദം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, പരിശുദ്ധമായ ഖുർആൻ ഞാൻ ജനങ്ങൾക്ക് മുമ്പ് ഓതട്ടെ ഹബീബേ? കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് ഈ പരിശുദ്ധമായ ഇസ്ലാം യാഥാർത്ഥ്യമാണല്ലോ, സത്യമാണല്ലോ ഹബീബേ, ഹഖായ ദീനല്ലേ ഹബീബേ. ഞാൻ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് ചെന്ന് ഈ ഖുർആൻ ജനങ്ങളിലേക്ക് ഉറക്കെ ഓതി കേൾപ്പിക്കട്ടെയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം നൽകുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തിന്റെ ആധിക്യത്താൽ 6ാമത്തെ മുസ്ലിമാണ്, ഇസ്ലാമിന്റെ 6ാമത്തെ മുസ്ലിമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് നിന്നുകൊണ്ട് പരിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. തീരേണ്ട താമസം ബഹുമാനപ്പെട്ടവരുടെ കരുണ കുത്തി കടികിട്ടുകയാണ്. മുഖത്തതാ ഒരു കൈവന്നുകൊണ്ട് പതിയുകയാണ്. അബൂജഹലിന്റെ അടിയാണ്, ചെവിക്കുത്തി പൊട്ടുകയാണ്, രക്തം മാറുന്നൊലിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ബോധം കെട്ട് നിരത്തി വീഴുകയാണ്. സ്വഹാബത്ത് കൂടെയുള്ള മുഅ്മിനീങ്ങൾ അദ്ദേഹത്തെ വാരിയെടുത്ത് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ കൊണ്ടുപോയാണ്. അദ്ദേഹത്തിന്റെ ചെവി പൊട്ടിയിട്ട് രക്തം മാറുന്നൊലിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആശ്വസിപ്പിക്കുകയാണ്. പഠിച്ചു വെക്കണേ, കടക്കൽ മുക്കുന്നത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യന് ഈ ദുനിയാവിൽ വിപത്തുണ്ടായാൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. കഴിഞ്ഞില്ല ഹിജ്റയുടെ 2ാം വർഷം ബദറിന്റേതാകുന്ന രണാങ്കണം ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്. 1000ഓളം വരുന്ന ശത്രു സൈന്യവുമായിട്ട് അബൂജഹൽ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളടക്കമുള്ള 313ഓളം വരുന്ന അങ്കുലി പരിമിതമാകുന്ന സഹാബത്ത് പരിശുദ്ധമായ റമദാൻ മാസം 17ന്റെ നിറവ് വെള്ളിയാഴ്ചയുടെ പകലിൽ പരിശുദ്ധമായ ബദറിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. മുആദ് മുഅവ്വിദ് എന്ന് പറയുന്ന 2 ചെറിയ കുട്ടികൾ കണങ്കാല് നോക്കി ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങളുടെ ഇടയിൽ
നിലയിൽ നിന്ന് നേരെ അബൂജഹലിനെ പോയി വെട്ടി വീഴ്ത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോട് രണ്ട് ചെറിയ കുട്ടികൾ എന്നെ വലത്തും ഇടത്തും വന്നുകൊണ്ട് അഫ്രാഇന്റെ ബീവി അഫ്രാഇന്റെ രണ്ട് ചെറിയ മക്കൾ മുആദ് മുഅവ്വിദ് എന്ന പേരുള്ള ചെറിയ മക്കൾ അവർ വന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു, എവിടെ അബൂജഹൽ, എവിടെ റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കുന്ന അബൂജഹൽ, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ. അപ്പോൾ അതാ ശത്രുക്കളക്കിടയിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ വെട്ടിവീഴ്ത്തുന്ന അബൂജഹലിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ചെറിയ രണ്ട് മക്കളിതാ വാളെടുത്തുകൊണ്ട് ഉറയിൽ നിന്ന് വാളെടുത്തുകൊണ്ട് വേഗം തന്നെ ചെല്ലുകയാണ്. അബൂജഹലിന്റെ കണങ്കാല് നോക്കി വെട്ടിവീഴ്ത്തുകയാണ്. അബൂജഹൽ നിലത്ത് വീഴുകയാണ്. ഉടനെ അബൂജഹലിന്റെ അടുക്കലേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചെന്നു അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു. അവന്റെ കഴുത്തിൽ കടാര വെച്ചുകൊണ്ട് വരിഞ്ഞു മുറിക്കുകയാണ്, വെട്ടിയെടുക്കുകയാണ്. ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ കഅബയുടെ പരിസരത്ത് നിന്ന് ഓതിയപ്പോ കരുണ കുത്തി നോക്കി അടിച്ചവരല്ലേ ഇന്നിതാ അവന്റെ തല വെട്ടിയെടുക്കുകയാണ്. അബൂജഹലിന്റെ തല വെട്ടിയെടുത്തത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ തന്റെ വാളിന്റേതാകുന്ന തുമ്പത്ത് തല വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സൗദത്തിലേക്ക് ചെന്നപ്പോ തങ്ങൾ പറയുകയാണ്, ഇബ്നു മസ്ഊദ്, ഇത് വല്ലാതെ കൂടിപ്പോയല്ലോ. അൽ ഉദ്നു ബിൽ ഉദ്ന് വറഉസു സിയാദ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചെവിക്ക് ചെവിയാണ്, നീ ചെവിയുടെ ഭാഗം വെച്ചുകൊണ്ട് തല വെട്ടിയിട്ടുണ്ട്. ചെവിക്ക് ചെവിതാ വ്യക്തമായി കൊടുത്തു. വറഉസു സിയാദ, തല അധികമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചെവിക്ക് ചെവി, അൽ ഉദ്നു ബിൽ ഉദ്ന്. ഖുർആന്റെ നിയമം അതാണ്. ഒരു വ്യക്തിയുടെ ചെവി മുറിച്ചാൽ അവന്റെ ചെവി മുറിക്കല. നീ ആ ചെവിയുടെ ഭാഗം വെച്ച് മുറിച്ച് തല വെട്ടിങ്ങെടുത്തിട്ടുണ്ട്. ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന നിന്നെ എന്റെ ചെവിക്കുറ്റി നോക്കി അടിച്ചതാകുന്ന അവന്റെ തല വെട്ടിയെടുത്തത് അത് അധികമാണ്. അത് ഖുർആനിനോട് കളിച്ചാൽ അങ്ങനെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വേറെ സ്വഹാബത്തിലായിരുന്നു അവിടെ വധിക്കാൻ. അലിയാരിതങ്ങളില്ലേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളില്ലേ. അവർക്കാർക്കും കിട്ടാത്ത ഒരു നേട്ടം അബൂജഹലിന്റെ തല വെട്ടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കളത്തിലിറക്കിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം എന്തുകൊണ്ട്? ഖുർആനിനെതിരെ പ്രതികരിച്ച ഒരു കടം കടപ്പുണ്ട്. അന്ന് ബഹുമാനപ്പെട്ടവരുടെ ചെവി പൊട്ടി ഒലിച്ചു, രക്തം വാർന്നൊലിച്ചു. അന്ന് അദ്ദേഹം ക്ഷമിച്ചു. ഇന്നതാ ബദറിന്റെ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് വർഷങ്ങൾക്കിപ്പുറം ഹിജറയുടെ 2-ാം വർഷം റമളാനിൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന 17ന്റെ സുദിനത്തിൽ അബൂജഹലിന്റെ തല വെട്ടിയെടുക്കാൻ ആർക്കാണ് അതിന് അവസരം അല്ലാഹു കൊടുത്തത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഖുർആൻ നല്ലതുപോലെ ഓതിയിരുന്ന ഖാരിഈനാണ്. മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ വരുമ്പോ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതില്ല. ജനാധിപത്യപരമായ നിലയിൽ തന്നെ നമ്മൾ മുന്നേറുക. ഇപ്പൊ വഖഫ് സ്വത്തിന്റെ വിഷയം, ലക്ഷക്കണക്കിന് സമ്പത്ത് മുസ്ലിം സമുദായത്തിൻ്റെതാകുന്ന സമ്പത്ത് കണ്ടുകെട്ടണമെന്ന് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാകുന്ന നയപ്രഖ്യാപനം വന്നപ്പോ അതിനെതിരെ ശക്തമായി ആദ്യം പ്രതികരിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരാകുന്ന ഉലമാക്കൾ നേതാക്കൾ. അവരതിനുവേണ്ടി പ്രത്യേകമായി പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോട് വരണമെന്ന് പറഞ്ഞ് രാജ്ഭവനിൽ മാർച്ച് നടത്തി. നമ്മളെല്ലാവരും കണ്ടതുമാണ്, അതിലൊക്കെ പങ്കെടുത്തവരുമാണ്. ശക്തമായി പ്രതിരോധം തീർത്തു. വഖഫ് ഭേദഗതി ബില്ല് പാടില്ല. 40ഓളം വരുന്ന ആ ഭേദഗതി മുസ്ലിം സമുദായത്തിന് പ്രയാസമുണ്ടാക്കും, അവരുടെ സ്വത്തുക്കളെ കണ്ടെടുക്കുമെന്ന് മനസ്സിലാക്കി ശക്തമായി പ്രതിരോധം തീർത്തു. കടക്കൽ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സമുന്നതരായ ഉസ്താദുമാർ ആ വിഷയത്തിൽ ശക്തിയുക്തം എതിർത്തു. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഈ സമുദായത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഇത്രയേറെ രാപ്പകൽ അധ്വാനിക്കുന്ന സമുന്നതരാകുന്ന നേതാക്കളില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ളതാകുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളണം. ദീൻ മുറുകെ പിടിച്ചവർക്ക് ഒരു നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസം കൊടുക്കൂല.
അതിന് ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രം. ഖുർആൻ മുറുകെ പിടിച്ച് ജീവിച്ചു. ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഹാഫിളീങ്ങളാകുന്ന മക്കളോട്, ഇന്ന് സനദ് വാങ്ങിയിറങ്ങിയ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടും ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്, നമ്മളെല്ലാവരും ഖുർആനിന്റെ വാഹകരാണ്. ഖുർആനിന്റെ വാഹകരെന്ന് പറഞ്ഞാൽ ഹും ഖവാസുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ പ്രത്യേകക്കാർ എന്നാണ്. അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ് അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ വാഹകരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ ആ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, ചിട്ടയായ ജീവിതം നിങ്ങൾ നയിക്കണം. 80 വർഷത്തോളം പരിശുദ്ധമായ ദീനിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ രാപകൽ അധ്വാനിച്ചതാകുന്ന വന്നിരാകുന്ന കടക്കൽ ഉസ്താദ് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വലിയൊരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം തന്നെ. ഒരുപാട് വിഷയങ്ങൾ എഴുതാനുണ്ട്. നമ്മുടേതാകുന്ന മക്കൾക്ക് വേണ്ടി ഗൾഫ് നാടുകൾ പോയി പാവപ്പെട്ടതാകുന്ന ജനങ്ങൾക്ക് മുമ്പാകെ കൈനീട്ടി നമ്മുടേതാകുന്ന ഈ സ്ഥാപനം, ഈ മുക്കുന്നം യതീംഖാനയും ഈ പ്രിയപ്പെട്ടതാകുന്ന ഹിഫ്ളുൽ ഖുർആനും മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ചു. ഇന്ന് അദ്ദേഹം ക്ഷീണിച്ചതും അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നരച്ചതും ഈ പ്രായാധിക്യത്തിലേക്ക് എത്തി ക്ഷീണം വകവെക്കാതെ ഇപ്പോഴും ഓടുന്നതും അശ്രാന്ത പരിശ്രമം നടത്തുന്നതും ഈ മക്കൾക്ക് വേണ്ടി തന്നെയാണ്. 72ഓളം പാവപ്പെട്ട അനാഥ മക്കളെ അൽഹംദുലില്ലാഹ് ഇതുവരെ വിവാഹം ചെയ്യാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എത്രയോ വിവാഹ സദസ്സുകളിൽ അൽഹംദുലില്ലാഹ് റമദാനിൽ നടക്കുന്ന വിവാഹ സദസ്സുകളിൽ ഈ വിനീതന് ഭാഗവാക്കാകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഈ സ്ഥാപനവുമായി മനസ്സിലാക്കിയ ബന്ധമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പെടുത്താൻ എത്രയോ യതീം കുട്ടികളുടേതാകുന്ന പ്രാർത്ഥന, എത്രയോ അനാഥ മക്കളുടെ പ്രാർത്ഥന ഇപ്പോഴും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നില്ലേ? ചെറിയ കുട്ടികൾ 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവന്ന്, ചെറിയ മക്കളെ കൊണ്ടുവന്ന് ചേർത്തിട്ട് അവരെ പിന്നീട് വിദ്യാഭ്യാസം കൊടുക്കാൻ, ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഭൗതികമാകുന്ന അറിവ് കൊടുക്കുന്നു. അവസാനം 18ഉം 20ഉം വയസ്സാകുമ്പോ നല്ല ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി വിവാഹം കഴിച്ചു വിടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉത്തമമാകുന്ന ബാധ്യതയാണ്, വലിയ കർത്തവ്യമാണത്. നമ്മളൊക്കെ പലരും ഒരു പെൺകുട്ടിയെ കൊണ്ട് മതിയാക്കിയവരുണ്ട്. വിവാഹം കഴിഞ്ഞ് ഭാര്യയോട് പറയും ഇനി മതി, പെൺകുട്ടിയാകും ചിലപ്പോ പേടിയാണ്. കാരണം എന്തുകൊണ്ടാ? കെട്ടിക്കണ്ടേ എന്ന് ഓർത്തിട്ടാണ്. ഒരു പെൺകുട്ടി ആയിപ്പോയാൽ അതിനെ വിദ്യാഭ്യാസം കൊടുത്ത് ഈ കാലഘട്ടത്തിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ട് ശാരീരികമാകുന്ന ബന്ധം പോലും വേണ്ട എന്ന് പറഞ്ഞ് വിച്ഛേദിച്ചിട്ട് ആ കലശം പോലും വേണ്ട എന്ന് വെക്കുന്ന ആളുകൾ വരെ ഈ സമുദായത്തിലുണ്ട്. ഇല്ല എന്നാരും പറയണ്ട. 2 പേരെ കൊണ്ട് മതിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറിയിട്ടുണ്ട്. കാരണം പേടിയാണ് എങ്ങനെ കെട്ടിച്ചു വിടുമെന്ന്. അവിടെയാണ് 1072 മക്കളെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച് മാന്യമാകുന്ന വിദ്യാഭ്യാസം കൊടുത്ത് മാന്യമായ നിലയിൽ അവർക്ക് വിവാഹം ചെയ്തയച്ചു എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാകുന്ന ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ്. അതല്ല എന്ന് ഉസ്താദ് പറയുന്നില്ല. പക്ഷേ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു ഒരു വ്യക്തി, കടക്കൽ ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടാണ് ഇത് നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നിവിടെ സനദ് വാങ്ങിയ 1073ഓളം വരുന്ന 40ഓളം വരുന്നതാകുന്ന ആൺകുട്ടികളും അതിന് പുറത്തു വരുന്ന 10-21 ശിൽവാനം വരുന്നതാകുന്ന പെൺകുട്ടികളുടെ മക്കളുള്ളതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഹാഫിളത്തുമായ മക്കൾ, അവരൊക്കെ ഖുർആനിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചതും വന്നിരാകുന്ന ഉസ്താദിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. അല്ലാഹു ഇതൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഇവിടെ നടന്ന പ്രഭാഷണത്തിന്റെ അവസാനം ഷാള് തന്നെ ഉസ്താദിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഉസ്താദിനെ അനുമോദിക്കൽ നിർബന്ധമാണ്. കാലം തീർച്ചയായിട്ടും ഉസ്താദിനെ തിരിച്ചറിയുക തന്നെ ചെയ്യും. അത്രയേറെ അധ്വാനിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഏതെല്ലാം ചീത്തവാക്കുകൾ, വിഷയങ്ങൾ ദീനിനെതിരെ എന്തെല്ലാം നിലക്ക് സംസാരിച്ചാലും ഇന്ന് വരെ ഒരാളോടും ദേഷ്യപ്പെടുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. കടക്കൽ ഉസ്താദ് ഒരു വ്യക്തിയോട് ചൂടായിക്കൊണ്ട് വർത്തമാനം പറയുന്ന ഒരു വീഡിയോ പോലും ഇന്ന് വരെ എവിടെയും ആരും ദർശിച്ചിട്ടില്ല. അത്രയേറെ സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ നമ്മുടെയൊക്കെ മനസ്സിന് മനം കവരാൻ അദ്ദേഹത്തിന് സാധ്യമായത് ദീൻ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യർ മുഴുവനും മരണപ്പെട്ട് ഖബറിലേക്ക് എത്തും. ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ഖബർ പിളർന്ന് മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു രംഗമുണ്ട്. വയൗമ യുൻഫഖു ഫിസ്സൂർ
فصعق من في السماوات ومن في الأرض إلا ما شاء الله ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം 3 ഊതലാണ് നടത്തുക. രണ്ടാമത്തെ ഊത്തിലൂടെ തന്നെ ലോക ജനത മുഴുവൻ മരണത്തിലേക്ക് വഴുതി മാറുകയാണ്. ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ മുഴുവനെ പേടിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ മുഴുവനും അല്ലാഹു മരണത്തിലേക്ക് കൊണ്ടുപോയാണ്. എല്ലാവരും ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് സർവരും പോയിട്ടുണ്ട്. ഒരാളുമില്ല, ഒരാള് മാത്രമാണ് ഉള്ളത്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകരായ സർവേശ്വരനായ അല്ലാഹ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഇല്ലാതാവുകയാണ്, എല്ലാവരും നശിക്കുകയാണ്. ഒരാൾ മാത്രമാണ് ബാക്കിയാകുന്നത്. അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവാണ്.